നമസ്കാരം. നിങ്ങൾ എത്തിയോ? എന്തായി കാര്യങ്ങള്? സാർ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഇരിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ശരി. ആ പറയൂ. അമ്മ വന്നത് എന്തിനാണെന്ന് പറയൂ. ആ ഞാൻ വന്നത് പറയൂ അമ്മേ. അതെ. എന്താ? അയ്യോ ഏട്ടാ, ഏട്ടന് ആളെ മനസ്സിലാവാഞ്ഞിട്ടാ. ഇത് നമ്മുടെ രാജുവിന്റെ ചേച്ചിയുടെ മദർ ഇൻ ലോയാ. ഓ, ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. അല്ല അത് കുഴപ്പമില്ല. ജ്യൂസിങ് ഇതാ. സാറെന്നെ അറിയേണ്ടതാ. അല്ല സാറിന്റെ അത്ര ഇല്ലെങ്കിലും ഞാനും ഒരു പ്രശസ്തയാ. ആ, ചിലപ്പോ അറിയായിരിക്കും. പേര് പറയൂ. മുണ്ടക്കൽ കൊച്ചമ്മിണി. മുണ്ടക്കൽ കൊച്ചമണി ഈ മോഹിനിയാട്ടത്തിന്റെ ടീച്ചറാണോ? ഞാൻ മോഹിനിയാട്ടിയോ ഭരതനാട്യോ ഒന്നും അല്ല. ഞാനൊരു കൈകൊട്ടിക്കളി ആശാട്ടിയാ. നാട്ടിൻപുറത്തൊക്കെ കൈകൊട്ടിക്കളി പഠിപ്പിക്കുന്ന ആശാട്ടി. ഓ, ഇപ്പൊ മനസ്സിലായി. ഞാൻ വർമ്മ സാറിനെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു. എന്താ പറയൂ. ഈ സർക്കാരെ ഇന്ന് വരെ എനിക്കൊരു അവാർഡ് തന്നിട്ടില്ല. സാർ ഇടപെട്ട് എനിക്കൊരു അവാർഡ് വാങ്ങിച്ചു തരണം. തന്നേ പറ്റൂ. ഈ സംഗീത നാടക അക്കാദമി കൈകൊട്ടിക്കളിക്കും ഓണക്കളിക്കൊക്കെ അവാർഡ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അമ്മ ഒന്ന് അന്വേഷിച്ചു നോക്ക്. എന്താ ഒരു രാജകല, എന്താ ഒരു സൗന്ദര്യം. സത്യം പറയാലോ 30 വയസ്സ് പോലും തോന്നിക്കത്തില്ല. സത്യം പറ, എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ദൈവമേ, ഇവര് വർമ്മ സാറിന്റെ ഒപ്പം കയറിയിരിക്കുന്നു. അയ്യോ, അളിയന്റെ അമ്മ ഒരു കാര്യം പറയാനുണ്ടോ? എന്താ രാജു? അല്ല, അളിയന്റെ അമ്മയ്ക്ക് ഒരു ഫോൺ വന്നു. അളിയന്റെ അമ്മ പോയിട്ട് പോരെ.